ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ്. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. മനോഹരം മാത്രമല്ല, ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകും. എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. 1/2 ലിറ്റർ പാലിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതൊന്ന് തിളയ്ക്കട്ടെ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിലേക്ക് നമ്മൾ വേറെ ഒരു കപ്പിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പാട ചൂടാതെ നോക്കണം. അതിന് വേണ്ടിയാണ് ഇളക്കാൻ പറയുന്നത്. നമ്മളിങ്ങനെ അത് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പിന്നെ കസ്റ്റാർഡ് പൗഡർ വാങ്ങിക്കണം, അത്ര തന്നെ. പിന്നെ മിൽക്ക്, പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങും. അത് ചില കുട്ടികൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്ത് ഐസ്ക്രീം ആണെന്നും പറഞ്ഞും കൊടുത്താൽ മതി. അന്നേരം അവരും കഴിച്ചോളൂ. ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലല്ലോ, അപ്പോൾ അവർ കഴിച്ചോളും. ഇതൊക്കെ ഉള്ളു. ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഉള്ള ടിപ്പ് ഇതൊക്കെ ഉള്ളു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് തയ്യാറാക്കി കൊടുക്കുക. ഇവിടെ 2 കുട്ടികളും അത് തന്നെ. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് തയ്യാറാക്കി കൊടുത്താൽ കഴിക്കും. ദേവനാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുകയില്ല. അതിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാമെങ്കിൽ മാത്രം കഴിക്കും. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നോക്ക്, 1/2 ലിറ്റർ മിൽക്കിന് നമ്മൾ ഒരു 4 സ്പൂണ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. അത് ആ ചെറിയ കപ്പിന് 2 സ്പൂണ് ഷുഗറാണ് ആദ്യമേ ഇട്ടത്. രണ്ടാമത് ഒന്നും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 4 സ്പൂണ് ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതൊന്ന് ആ ഒരു 1/2 ലിറ്റർ മിൽക്ക് അതൊന്ന് വറ്റി വരണം. ഏറെക്കുറെ കുറച്ച് വറ്റി വരണം. എന്ന് വെച്ചാൽ ഫുള്ളങ്ങ് വറ്റി വരുമൊന്നും വേണ്ട. നമ്മൾ അത് കുറേ ഒന്ന് വറ്റി വരട്ടെ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊരു പാഴ ചൂടാതാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ എല്ലാവരുടെയും വിശേഷം പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ നമ്മളിങ്ങനെ കലക്കി വെച്ചത് ഒന്നും കൂടി ഇളക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയാവും. അത് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അതുപോലെ അതൊഴിച്ച് വേഗം ഇളക്കിക്കണം. അത് അടിക്ക് പിടിക്കുകയും അല്ലെങ്കിൽ അത് കട്ടായി പോവും. അടിയിൽ കട്ട പിടിച്ച് ഇതായി പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് കുക്കായി വരുന്നേര്. നമ്മൾ നേരത്തെ വേറെ എന്തോ ഒരു ഐറ്റം തയ്യാറാക്കി, മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയില്ലേ, അതേപോലെ തന്നെ പെട്ടെന്ന് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തൊന്ന് മാറുകയും ചെയ്യരുത്, ഇളക്കുന്നത് നിർത്തുകയും ചെയ്യരുത്. അത്ര ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഈസിയാണ്. ഇതിഞ്ഞൊന്ന് ഒരു 2 മിനിറ്റോളം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് കുറുകി വരണം. നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പരുവമാകുമ്പോൾ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഏകദേശം ആയിട്ടുണ്ട്. ആ ഒരു പൊടിയുടെ ആ ഒരു മണമൊന്ന് മാറി വരണം.
അപ്പോഴേക്ക് നമുക്കിത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താലും കുറേ സമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. നോക്കൂ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക. അതേപോലെ തന്നെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ സ്പാമായി പോകും. എല്ലാ കൂട്ടുകാരും അങ്ങനെ ഒന്ന് ചെയ്യുക. എൻ്റെ കുറേ ഫ്രണ്ട്സ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറേ ഫ്രണ്ട്സ് സ്പാമായി പോയിട്ടുണ്ട്. ആരും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയില്ല, കാരണം സബ്സ്ക്രൈബ് ചെയ്തവരാരും അങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യാറില്ല. പിന്നെ സ്പാമായി പോകുന്നതാവും. പിന്നെ നമ്മുടെ ആ മിശ്രിതം നമ്മൾ തയ്യാറാക്കിയത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അത് ആ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ അത് ചൂടുകൊണ്ട് വീണ്ടും അത് കട്ട കൂടും. അതുകൊണ്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കുക. അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനകത്ത് ഞാൻ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തു, പിന്നെ അതേപോലെ ഒരു പോമഗ്രാനൈറ്റ് അതെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലം അതുപോലെ അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സ്. ഇത്രയും ഉള്ള എൻ്റെ കയ്യിൽ. പഴമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളത് തണുത്തതിന് ശേഷം ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1-2 മണിക്കൂറോളം വെച്ചാൽ മതി. അധികം തണുപ്പ് വേണമെങ്കിൽ 1 മണിക്കൂറോളമൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, താഴെ വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇനി എടുക്കണം. അത് ഇതായി പോകാനായിട്ട് ഐസാകാൻ വയ്ക്കരുത്. നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം ഇനി എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്.